എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരു ട്രാവലിംഗ് വീഡിയോ ആണ്. നമ്മൾ കുറേ കാലങ്ങളായി വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട്. അപ്പോൾ എങ്ങനത്തെ നമ്മൾ പോകണമെന്ന് പറഞ്ഞുതരാം. അപ്പം എല്ലാവർക്കും അറിയാം, മഴക്കാലമൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ എല്ലാവരും അധികം ആൾക്കാർ പോണ റൂട്ടാണ് നമ്മൾ വാൽപ്പാറ. അപ്പോൾ വാൽപ്പാറയ്ക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ വാൽപ്പാറയ്ക്ക് പോണ റൂട്ട് ശേഷം പറഞ്ഞുതരാം. നമ്മുടെ തൃശ്ശൂർ ആതിരപ്പള്ളി, വാഴച്ചാൽ, മലക്കപ്പാറ, അങ്ങനെ വാൽപ്പാറയ്ക്കാണ് കയറുന്നത്. അപ്പോൾ റിട്ടേൺ വരുന്നതോ വേറെ റൂട്ടിൽ കൂടെ. നമ്മൾ പോണത് വേറെ റൂട്ടും, അതുപോലെ റിട്ടേൺ തിരിച്ച് നാട്ടിലേക്ക് വരുന്നത് മറ്റു റൂട്ടിൽ കൂടിയാണ്. അപ്പോൾ അടിപൊളി വീഡിയോ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടു വെക്കുക. അപ്പോൾ നമ്മൾ പാർട്ട് 1 പാർട്ട് 2 ആയിട്ടായിരിക്കും നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്ന് പോണത് ഒരു പാർട്ട്, പിന്നെ ഇന്ന് സ്റ്റേ ചെയ്തിട്ട് നാളെ മോർണിംഗ് മുതൽ അടുത്ത പാർട്ടിന് വേണ്ടി അടിപൊളി കിടക്കാച്ച വീഡിയോസ് ആയിരിക്കും. കാരണം മഴക്കാലമൊക്കെയാണ്. അപ്പോൾ നല്ല അടിപൊളി വൈബാട്ടോ. അപ്പോൾ മഴക്കാലത്ത് എന്തായാലും പോയിരിക്കേണ്ട ഒരു അടിപൊളി മസ്റ്റ് ആയിട്ടുള്ള സ്ഥലമാണ് നമ്മൾ വാൽപ്പാറ. അപ്പം വാൽപ്പാറയ്ക്ക് മറ്റൊരു പേരുണ്ട്, എന്താ സെവൻത് ഹെവൻ. അങ്ങനെ നല്ല അടിപൊളി ഒരുപാട് ഇൻസ്റ്റയിലൊക്കെ റീൽസിലൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള സ്ഥലം കൂടിയാണ് വാൽപ്പാറയിൽ. കാരണം മഴക്കാലമായി കഴിഞ്ഞാൽ അധികം ആൾക്കാർ പോണ ഒരു ലൊക്കേഷൻ കൂടിയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഇറക്കാം. ഞാൻ പറഞ്ഞ് ബോറടിപ്പിക്കുന്നത്. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണ്, ജസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ കമൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഇറങ്ങാമോ. നമ്മള് നല്ല പൊറാട്ട വീട്ടിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നേ. ആദ്യം വീട്ടിൽ നിന്ന് ചൂടാക്കി കൊണ്ടുവന്നാണ്. അപ്പോൾ രണ്ടാമത് ചൂടാക്കുകയാണ്. അപ്പോൾ ഗ്യാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ വീട്ടിൽ സെറ്റ് ആക്കിയിട്ട് കഴിക്കുകയാണ്. അപ്പോൾ നമ്മൾ മുട്ടക്കറി നമ്മൾ നല്ല മുട്ടക്കറി ഉണ്ട്. നമ്മൾ വരുന്ന വൈക്കുന്ന വാങ്ങിയതാണ്. അപ്പോൾ പൊറാട്ട ചൂടാക്കിയതാണ്. അപ്പോൾ ചൂട് ചെറിയൊരു പൊറ ഉണ്ടായപ്പോൾ നമ്മൾ ഒന്നും കൂടി ചൂടാക്കുകയാണ്. ചൂടാക്കണത് നല്ല കഴിക്കല്ല ഉണ്ടെങ്കിൽ വൈബാട്ടോ, നല്ല സുഖമാണ്. ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൊടൈക്കനാൽ പോയ സമയത്ത് ഇതേമാതിരി ഈ ഗ്യാസും കൊണ്ടായി പോയത്. അന്ന് നമ്മൾ പിന്നെ നൂഡിൽസ്, അതേപോലെ ചായ, അങ്ങനത്തെ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിനി. നല്ല ഉപകാരപ്പെട്ട ആയ ഒരു സാധനം കേട്ടോ ഇത്. ഇതന്നെ പൊറോട്ട ഒക്കെ ചൂടാക്കി. ഇനി ബൈക്കാടുള്ള അടുത്ത് ബാക്കി എല്ലാവർക്കും ആയില്ലേ. പൊറോട്ട അഞ്ഞുകൊണ്ട് എടുത്താണ്ടോ. നമ്മൾ തൽക്കാലം പാത്രത്തിലാക്കി കൊണ്ടതാണ്. നമ്മൾ ബാഗിൽ വെക്കാൻ വേണ്ടി കറക്റ്റ് ആക്കിയിട്ട് ഇത് ഓഫാക്കില്ല. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ബാഗിൽ രണ്ടാമത് സാധനങ്ങളൊക്കെ പാക്കാക്കി നമ്മൾ വേറെ ആതിരപ്പള്ളിക്കാട്ടോ പോണത്. അപ്പോൾ ഗൈസ്, നമുക്ക് ഇവിടുന്ന് ഏകദേശം കുറച്ചും കൂടി പോകാനുണ്ടാവും. അപ്പോൾ നല്ല അടിപൊളി റൂട്ട് കേട്ടോ. ഞങ്ങളിപ്പോൾ കുറച്ചേരം ഈ റൂട്ടിലൂടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നല്ല അടിപൊളി കാഴ്ചകളൊക്കെയാണ്. നല്ല രണ്ട് സൈഡിലും മരങ്ങളൊക്കെ ആയിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട്. ഇന്ന് ഏകദേശം ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടാകാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ പോണത് ബൈക്കുമേലാട്ടോ, 220. അതേപോലെ നമ്മളെ കൂടെ എൻ്റെ മൂത്താപ്പൻ്റെ മോനുണ്ട്. നമ്മൾ ബാക്കിൽ നമ്മൾ സ്പ്ലെൻഡറിന് വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ 2 പേരാണ് പോണത്. അപ്പോൾ എന്താ വെച്ചാൽ നല്ല അടിപൊളി കേട്ടോ, നല്ല വൈബുണ്ട്. പിന്നെ നമ്മൾ പോണ റൂട്ടിന് എന്തൊക്കെ വെച്ചാൽ കറക്റ്റ് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ആദ്യം ആതിരപ്പള്ളിക്കാണ് പോകുന്നത്. ആതിരപ്പള്ളി വെള്ളച്ചാട്ടം കണ്ടിട്ട് പിന്നെ വാഴച്ചാൽ പോകും. വാഴച്ചാലിൽ നിന്ന് മലക്കപ്പാറയിൽ നിന്ന് അങ്ങനെ കയറിയിട്ടാണ് നമ്മൾ വാൽപ്പാറയ്ക്ക് പോണത്. അപ്പോൾ ഒരുപാട് നല്ല അടിപൊളി സ്പോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഓരോ സ്ഥലത്തും ഇറങ്ങിയിട്ടാണ് പോണത്. ഫുള്ള് സെറ്റാക്കി കണ്ടിട്ടൊക്കെ പോണത്. അങ്ങനെ നമ്മൾ ആതിരപ്പള്ളി എത്തി ടിക്കറ്റ് കൗണ്ടറിന് ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ ഇനി വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തോട്ട് പോയിക്കൊണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ നമ്മൾ താഴത്തോട്ട് പോകണം, മുകളിൽ നമുക്ക് ശരിക്കും വെള്ളം ഇങ്ങനെ നിൽക്കണ കാണാൻ പറ്റുള്ളൂ. വെള്ളത്തിൻ്റെ ആ ഒരു ചാട്ടം കറക്റ്റായിട്ട് കാണുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് താഴോട്ട് പോകണം. അപ്പോൾ താഴോട്ടും കുറേ ഇറങ്ങാനുണ്ട് കേട്ടോ. ഇവിടുന്ന് വളവും തിരിവൊക്കെ ആയിട്ട് കുറച്ച് ഇറങ്ങാനുണ്ട്. അപ്പോൾ ഓരോ ഭാഗങ്ങൾ കാണിച്ചു തരാം. ഒരുപാട് ആളുണ്ട്. നമ്മൾ ഞായറാഴ്ച പോയത് കൊണ്ട് തന്നെ നല്ല ആളുകളുണ്ട്, നല്ല തിരക്കുമാണ്. ഉണ്ടല്ലോ ആ ജീവി അതുണ്ട് ഇവിടെ. ഒരുപാട് ആൾക്കാർ വീഡിയോസ് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. നമുക്ക് ഇവിടുന്ന് കുറച്ച് താഴത്തോട്ട് നടക്കാനുണ്ട്. അപ്പോൾ അവർ മുന്നേ പോയിട്ടുണ്ട്. ഞാൻ ആ മ്ലാവിൻ്റെ വീഡിയോസൊക്കെ പകർത്താൻ വേണ്ടിയിട്ടാണ് നടന്നത്. കുറച്ച് നടക്കാനുണ്ട്. ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മളിത് താഴത്തോട്ട് പോകണം. അപ്പോൾ അവിടെയാണ് നല്ല വ്യൂ ഉള്ളത്. റൂട്ടിലൂടെ ഇങ്ങനെ പോകും. ഇവിടെ ഫുള്ള് ആൾക്കാരല്ലോ. മോനെ ഒരു രക്ഷയിലിട്ടോ, അടിപൊളി കേട്ടോ.
പിന്നെ അവിടെ വെള്ളം ചാടുന്നതിൻ്റെ ആ കാറ്റടിച്ചിട്ടുണ്ട്, ശീതളം കണ്ടോ. ഇവിടെ ഫുള്ള് നല്ല വെള്ളം ഇങ്ങോട്ട് പാറി എന്നിട്ട് മഞ്ഞ് പെയ്യണ മാതിരിട്ടോ. ഈ ഭാഗം അധികം മൊബൈലിൽ കാണുന്നുണ്ട്, പക്ഷെ നമുക്ക് നേരിട്ട് കാണുമ്പോൾ അത്ര ക്ലിയർ അല്ല. മഞ്ഞ് ഇങ്ങനെ പെയ്യണ മാതിരി വെള്ളം അത്രയും ഫോഴ്സിനാണ് മുകളിൽ നിന്ന് വരുന്നത്. വെള്ളച്ചാട്ടം അപ്പോൾ നമ്മൾ ഈ ഭാഗത്ത് നമ്മൾ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം, പിന്നെ ഭാഗത്ത് ഈ ഭാഗത്ത് ഒരുപാട് ആൾക്കാരുണ്ട്. ഇതുണ്ടോ അങ്ങനെ നമ്മളിത് ആതിരപ്പള്ളി വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. നമ്മളിത് തിരിച്ച് വീണ്ടും ബൈക്കുമ്പോൾ കയറിക്കാണ്. ഇനി നമ്മൾ വായച്ചാലിക്കാണ് പോണത്. അപ്പോൾ വായച്ചാൽ കഴിഞ്ഞ് അടുത്ത സ്റ്റോപ്പ് മലക്കപ്പാറാണ്. അപ്പോൾ കുറച്ച് നമുക്ക് ഫോറസ്റ്റിൻ്റെ ഉള്ളിലൂടെയൊക്കെ നമുക്ക് പോകാനുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം വായച്ചാൽ പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊന്ന് കാണാം. അപ്പോൾ ഗൈസ് ആ കാണുന്നതാണ് കേട്ടോ വായച്ചാൽ വെള്ളച്ചാട്ടം. അപ്പോൾ നമ്മളിതാ വായച്ചാൽ കഴിഞ്ഞ് ഇതാ കുറച്ചുകൂടി മുന്നോട്ട് പോകണം. ഇവിടെ മുന്നോട്ട് വരില്ല, ചെക്ക് പോസ്റ്റ് ഉണ്ട്. കുറച്ചുകൂടി മുന്നോട്ട് ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഇപ്പോൾ അവിടെ നിന്നൊക്കെ നമ്മുടെ വണ്ടി നമ്പറും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കാൻ അവർക്കെന്തോ നമ്മളവിടെ കിടക്കുമ്പോൾ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി പോകും. അപ്പോൾ അത് മേടിച്ചിട്ട് പിന്നെ അതുകൂടെ നമ്മൾ മലക്കപ്പാറ ചെക്ക് പോസ്റ്റ് അതാണ് അങ്ങനെ എന്തൊക്കെ ഇതുണ്ട്. അതായത് നമുക്ക് അവിടെ പോയിട്ട് കാണാൻ എന്താ അവസ്ഥ അറിയാം. അപ്പോൾ ചെറുതായിട്ട് മഴ ഉണ്ട്. ഞങ്ങൾ നേരത്തെ പോകുന്നുണ്ടില്ല. ഇപ്പോൾ മഴ പോയിട്ടുണ്ട്. നല്ല സ്ട്രോങ് ആണ് മഴ. പെട്ടെന്ന് കാലാവസ്ഥ മാറുന്നതാണ്. അതുവരെ നല്ല രീതിയിൽ പെട്ടെന്ന് കാലാവസ്ഥ മാറി മഴയായി. നമ്മൾ വായച്ചാൽ ആ ബോർഡർ കടന്നതിന് ശേഷം നമുക്കിപ്പോൾ ഇനി ഏകദേശം ഒരു 2.25 മണിക്കൂറിൻ്റെ അടുത്ത് ഇത് ഫോറസ്റ്റിലൂടെയാണ് പോകാനുള്ളത്. അപ്പോൾ കുറച്ച് കിലോമീറ്ററിൻ്റെ അടുത്ത് പോകാനുണ്ട്. അപ്പോൾ ഫുള്ള് ഫോറസ്റ്റാണ്. പിന്നെ ചെറിയ ഇടയിൽ ഗ്രാമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല അടിപൊളി റൂട്ടാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് പറഞ്ഞു വെച്ചാൽ നമ്മൾ ആ ചെക്ക് പോസ്റ്റ് കിടക്കുന്ന സമയത്ത് നമുക്ക് അവിടെ നിന്ന് ഒരു സ്ലിപ്പ് തന്നിട്ടുണ്ടോ. അപ്പോൾ ആ സ്ലിപ്പ് നമ്മൾ മേടിച്ചിട്ട് ഇനി നമുക്ക് അടുത്ത ചെക്ക് പോസ്റ്റ് മലക്കപ്പാറ ചെക്ക് പോസ്റ്റാണ്. അവിടേക്ക് ഇനി ഞാൻ പറഞ്ഞില്ല ഏകദേശം 2.25 മണിക്കൂറിൻ്റെ അടുത്ത് നമുക്ക് ഓട്ടമുണ്ട്. അപ്പോൾ ആ നിർത്തുണ്ടാവും. അപ്പോൾ ഏകദേശം 2.25 മണിക്കൂറോളം നമ്മൾ യാത്ര ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ എത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് ഇവിടുന്ന് തന്ന സ്ലിപ്പ് നേരെ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ബോർഡർ അടക്കാൻ പറ്റും. അഥവാ ആ സ്ലിപ്പ് മിസ്സായി കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് വീണ്ടും ഇതിവിടെ തന്നെ വരേണ്ടി വരും. അപ്പോൾ ആ സ്ലിപ്പ് നിങ്ങൾ പോകുന്ന ആളുകളെ കാണുന്നുണ്ടെങ്കിൽ സ്ലിപ്പും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നല്ലപോലെ സൂക്ഷിച്ച് കൈക്കിൽ വെക്കുക. അപ്പോൾ അത് അത്യാവശ്യം വലിയ ഫോറസ്റ്റാണ്. ഞാൻ പറയില്ല ഏകദേശം 2.25 മണിക്കൂറിൻ്റെ അടുത്ത് നമുക്ക് 3 മണിക്കൂറില്ല, അതിൻ്റെ താഴെ 2.25 മണിക്കൂറിൻ്റെ അടുത്ത് നമുക്ക് ഫോറസ്റ്റിലൂടെ പോകാനുണ്ട്. ടോപ്പിലെത്തി തുടങ്ങിയിട്ടുണ്ടോ. ഈ ഭാഗത്ത്
ഭാഗത്തൊക്കെ ഏകദേശം മഞ്ഞ് എത്തിയാണ്. മഞ്ഞ് ചെറുതായിട്ടുണ്ട്. കാരണം നമ്മൾ മഞ്ഞ് നമുക്ക് വിട്ടുന്ന് കാണുമ്പോൾ നല്ല രീതിയിൽ മഞ്ഞുണ്ട്, പക്ഷെ എടുത്തൊന്നും മഞ്ഞില്ല. ആ ഒരു പ്രശ്നമുള്ളൂ. മഞ്ഞ് റോഡിലേക്കൊക്കെ മഞ്ഞ് ഇറങ്ങുന്നുണ്ട്. റോഡ് നമുക്ക് ചില സമയത്തൊന്നും കണ്ണ് കാണുന്നില്ല, ആ ലെവലിലേക്കൊക്കെ മഞ്ഞ് വരുന്നുണ്ട്. ഒന്നും വെച്ചാൽ നമ്മളെ ഗോപ്രോയിൽ മഞ്ഞിൻ്റെ വിഷ്വൽ അത്ര ക്ലിയർ ആയിട്ട് കിട്ടില്ല. നമ്മളെ മൊബൈലിൽ ഐഫോൺ എടുത്താൽ ആ ഒരു ക്ലിയറിൽ കിട്ടുള്ളൂ. മഞ്ഞിൻ്റെ എത്രത്തോളം ഇറങ്ങിയെന്ന് കാണുന്നു പക്ക അതിൽ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ഫോൺ എടുക്കണം. അപ്പോൾ ഞാൻ ഇപ്പോൾ ഗോപ്രോയിലാണ് ഷൂട്ട് ചെയ്യുന്നത്, അതോടാണ് ഇത് കറക്റ്റായിട്ട് കാണാത്തത്. അങ്ങനെ നമ്മൾ കുറേ പോന്ന് ഇനിയിപ്പോൾ ഇവിടുന്ന് വാൽപ്പാറയ്ക്ക് കുറച്ചും കൂടി ഉണ്ട് ടൗണിലേക്ക് കിട്ടും. അപ്പോൾ നമ്മൾ അവിടെയാണ് റൂം, നമുക്ക് സ്റ്റേ ഉള്ള റൂം സെറ്റാക്കിയത്, ബുക്ക് ചെയ്തത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു അടിപൊളി വ്യൂ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വണ്ടി സ്റ്റോപ്പ് ആക്കിയതാണ്. ജസ്റ്റ് കാണിച്ചു തരാം. നല്ല അടിപൊളി വ്യൂ കേട്ടോ. നമ്മൾ മൂന്നാറിലൊക്കെ പോയാൽ ഒരു ശരിക്കും ഡ്രോണും കൂടി ഉണ്ടെങ്കിൽ ഒരു വൈബ് കഴിഞ്ഞിട്ട് നല്ല രസമുണ്ട് കാണാൻ. ഫുള്ള് തേയിലത്തോട്ടും അതിൻ്റെ ഇടയിൽ കുറച്ച് മരങ്ങളൊക്കെ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഞാൻ നോക്കിട്ടോ, ഇതുണ്ടോ ഇതേ മോനെ, ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി കേട്ടോ. അയ്യേ നല്ല അടിപൊളി വ്യൂ ആണ്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ, നല്ല രസമുണ്ട്. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഇതുണ്ടോ, ഇവിടെയൊക്കെ ഇങ്ങനെ ഇരുന്നാൽ മതി, ഇങ്ങനെ കണ്ടാൽ മതി. നല്ല രസമാണ്. കുറേ നേരം നമുക്ക് ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും. അവിടെ ഒരു ഫോട്ടോ ഒക്കെ എടുക്കില്ല, കാര്യമായിട്ട് കാണാനൊക്കെ വെച്ചിട്ട്. മയിലുണ്ട് കണ്ടോ, മയിലല്ല ഒച്ച ഉണ്ടാക്കുന്നുണ്ട്. ഇൻ്റെ മറ്റുള്ള അങ്ങനെ നമ്മളിതാ നമുക്ക് സ്റ്റേ ചെയ്യാൻ വേണ്ടി റൂമും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ റൂമ് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ വാൽപ്പാറ, നിങ്ങൾ അവിടെ ആ കാണുന്നത് വാൽപ്പാറ ടൗൺ ആട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് പോകാൻ പോവാണ്, ടൗണിൽ മൊത്തം ഒന്ന് ഇറങ്ങി നടക്കാൻ പോവാണ്. പിന്നെ നമ്മളെ റൂമിന് ഒരു അടിപൊളി വ്യൂ ഉണ്ട് കേട്ടോ. ഇതുണ്ടോ, ആ അവിടെ ഉണ്ടല്ലോ, കുഞ്ഞിട്ടിന് അവൻ്റെ ബാഗിലുണ്ട്. ആ കാണുന്നുണ്ടോ, ആ കാണുന്നത് അടിപൊളി, നല്ല അടിപൊളി തേയില, നല്ല കാണുമ്പോൾ തന്നെ നല്ല രസം കിട്ടും. അപ്പോൾ നമ്മളെടുത്ത റൂമൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം. ഇതുണ്ടോ, ഇതാണ് റൂം. പിന്നെ ഇത് നോക്കണ്ട, നമ്മൾ ഡ്രസ്സും കാര്യങ്ങളും ഹെൽമെറ്റും ഗ്ലാസ്സും അത് ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതാണ്. പിന്നെ ബാത്റൂം ഉണ്ട്. അതേപോലെ ഇതിനോട് ചാരിട്ട് തന്നെ വേറെ റൂമും കൂടി ഉണ്ട്. ഇതുണ്ടോ, ഈ റൂമുണ്ട്. അപ്പോൾ ഇതും കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ എടുത്തത്. പിന്നെ മുഖം നോക്കാൻ ഒരു കണ്ണാടി ഉണ്ട്. അപ്പോൾ അത് സെറ്റായി. അപ്പോൾ ഇതാണ് നമ്മളെ റൂം. ഇനി നമ്മൾ ടൗണിൽ പോകണം. അപ്പോൾ ഇനി ടൗണിലെ കാര്യങ്ങളും കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. നല്ല വാൽപ്പാറ ഇതൊക്കെ ഉണ്ടല്ലോ, എടുത്തോളൂ. നല്ല ഉള്ളിവട കേട്ടോ. എല്ലായിടത്തും അങ്ങ് നടക്കാൻ പോലും അങ്ങനെയുള്ളൂ. വാൽപ്പാറ ടൗണിൽ കൂടെ നടക്കുമ്പം ഉള്ളിവാടി തിന്നാ നടക്കണേ. ഇത് പിന്നെ അത്യാവശ്യം വാൽപ്പാറ അത്യാവശ്യം വലിയ ടൗൺ ആട്ടോ. ജാക്കറ്റ്, പിന്നെ ഫ്രൂട്ട്സ് ഐറ്റംസ്, അങ്ങനെയുള്ള ഒരു ഇതെല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട്. കാലാവസ്ഥ തണുപ്പായതുകൊണ്ട് തന്നെ എന്തൊക്കെ ചൂടുകൾ ഉണ്ടാക്കിച്ചാലും കുറച്ച് സമയം കൊണ്ട് ഒക്കെ തണുക്കും. അതാ പ്രശ്നം. ഫ്രൂട്ട്സ്, പച്ചക്കറികൾ, ഫാൻസി ഐറ്റംസ്, പിന്നെ ബാങ്കറ്റ് പൊപ്പുതാ പൊപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ
വാൽപ്പാറ മാർക്കറ്റിലുള്ള കേട്ടോ. അപ്പോൾ ഇനി ഇവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളും കാഴ്ച ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. പച്ചക്കറി അതുപോലെ ഫ്രൂട്ട്സ് അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഏതായാലും ഒക്കെ കാണിച്ചു തരാം. ഇതാണ് മാർക്കറ്റിലേക്ക് പോണ വഴി. അടക്ക അവിടെ താഴത്തോടെ പള്ളി ഉണ്ടല്ലോ. വെട്ടില അടക്ക അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ. പച്ചക്കറിക്കൊക്കെ സെയിം ആയിരിക്കില്ലേ? പച്ചക്കറിക്കൊക്കെ വാങ്ങിക്കൊണ്ടാവാൻ റിസ്ക്കാന്ന്. നമ്മൾ വണ്ടിമേ സ്ഥലമില്ലല്ലോ. പിന്നെ ആ പോണ ഓട്ടോറിക്ഷ ഉണ്ടോ, നമ്മളെ ബാക്ക് വന്നിട്ട് മറ്റേ പണ്ട് സൈക്കിൾ വെക്കണ ഓണ്ടല്ലോ, പി 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 ആ സാധനം വന്ന് അടിക്കുന്നത്. അതിന് ഓണമൊന്നും ഇല്ല തോന്നണേ. നമ്മൾ ബാക്ക് നമ്മൾ സൈക്കിളാണ് ഇതിൻ്റെ ബാക്ക് തിരിഞ്ഞ് നോക്കിയപ്പോഴോ ഈ ആ കാണുന്നത് ആ ഓട്ടോറിക്ഷ കേട്ടോ. പിന്നെ ഇതാ ഇത് ഇവിടുത്തെ മീൻ മാർക്കറ്റാണ്. പിന്നെ ഇത് ഉണക്കമീൻ്റെ മാർക്കറ്റാണ്. പിന്നെ ഇത് ഇങ്ങനെ റോഡുണ്ട്, നമ്മൾ കറങ്ങി പറഞ്ഞ ഓൺ ഇട്ടോ നമ്മൾ ചെയ്യണ്ട. പച്ചക്കറി ഇതാ ഇവിടെ ഒയ്യൊന്നുമില്ല. ഗൈസ് അങ്ങനെ നമ്മൾ ഏകദേശം രാത്രി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സാധനങ്ങൾ മേടിക്കാവുന്നതാണ്. നല്ല ഹോർലിക്സും അതേപോലെ നമ്മുടെ കൈമേൽ പൊറോട്ട നമ്മളെ ബാഗിലുണ്ട്. അതേമാതിരി ഒരു പാക്ക് ബ്രെഡും ബ്രെഡും പൊറോട്ട അതേപോലെ മുട്ട റോസ്റ്റ് ഉണ്ടാക്കാനുള്ള പ്ലാനാണ്. അപ്പോൾ ഇതാ പാല്, പഞ്ചസാര, പിന്നെ ഇതാ തക്കാളി, പച്ചക്കറി ഐറ്റംസ് ഒക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബ്രെഡ് ഉണ്ട് വാങ്ങാൻ പോകണം. ബ്രെഡ് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതാ ഇവിടെ ഒരു കടലുണ്ട്. അപ്പോൾ ഇത് കയറി വെക്കട്ടെ എന്താ അവസ്ഥ അവിടെ. അപ്പോൾ ബ്രെഡും കൂടി വാങ്ങിയിട്ട് നമുക്ക് പണി തുടങ്ങാൻ പോകണം. അങ്ങനെ നമ്മൾ പരിപാടി തുടങ്ങാൻ പോകട്ടോ. ഇനിയിപ്പോൾ ഇതാ നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടിയാണ്. നമ്മളെ ഗ്യാസും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റാക്കിയിട്ടുണ്ട്. പാല്, അതേപോലെ എഗ്ഗിൻ്റെ മുട്ട റോസ്റ്റിൻ്റെ മസാല ഉണ്ട്, കുറച്ച് പഞ്ചസാര, അതുപോലെ തക്കാളി, ഉള്ളി, കരിവേപ്പിൻ്റെ ഇല, പിന്നെ ഒരു 3 ഹോർലിക്സ് ഉണ്ട്, പിന്നെ ഒരു പാക്ക് ബ്രെഡ്. അപ്പോൾ അങ്ങനത്തെ ഈ സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഫുഡ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കണതും ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കഴിക്കണ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഗൈസ് വേറെ വിറ്റിട്ടോ, ഞങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉള്ളി എരിഞ്ഞപ്പോൾ കണ്ണേരിയ നേരെടുത്ത ടെക്നിക്ക് നോക്കി ഹെൽമെറ്റ് ഇട്ടിട്ടോ ഉള്ളി എരിയണത് അല്ലേ. ഒരു ഉപകാരമാണ് കണ്ണൊക്കെ അവര്. നമുക്ക് ഇവിടെ എണ്ണ കൊയ്ക്കാണ്ട് ഇത് പാത്രം അടി പിടിച്ചു. എണ്ണ ഒഴിക്കൂ. ആയോ സ്പൂണോടെ ഉള്ളി ഉള്ള കൊണ്ടാ ഇത് ആയണ്. ഉള്ളട്ടെ ചൂടായിരുന്നു.